എല്ലാവർക്കും നമസ്കാരം. ആഫ്രിക്കൻ മല്ലു ക്യാമ്പറിന്റെ വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക്. അപ്പം ഞങ്ങളുടെ വെക്കേഷൻ ഏകദേശം കഴിയാറായി, പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. എന്നാൽ ഏകദേശം കഴിയാറായി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ സ്റ്റേ ഇല്ലേ, നമ്മൾ 2 ദിവസം മുമ്പ് വന്ന ആ സ്റ്റേ, ഈ ബീച്ച് സൈഡിലുള്ള ആ സ്റ്റേ കണ്ട, ആ സ്റ്റേ ഇന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ ഇതേ സാധനങ്ങളെല്ലാം കാറിൽ പാക്ക് ചെയ്ത് കൊണ്ടുവച്ചു. ഇപ്പോൾ അതേ ഈ കീ ഉണ്ട്. അപ്പോൾ കീ ഞങ്ങൾക്ക് ഇതിലിവർ മെയിൽ ബോക്സിൽ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കീ മെയിൽ ബോക്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കളക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ പരിപാടി ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവിടുന്ന് ഏകദേശം 400 കിലോമീറ്ററോളം, 400 ഏകദേശം ഒരു 300 കിലോമീറ്ററോളം നമുക്കിന്ന് ഡ്രൈവ് ചെയ്യാനുണ്ട്. നല്ല സീനിക് ഡ്രൈവ് ആയിരിക്കും. അപ്പം ആ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ എത്തുന്ന ഒരു സ്ഥലം ഹൗൺഷൂർ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഏകദേശം കേപ്പ് ടൗണിൽ നിന്ന് നോക്കുവാണെങ്കിൽ 500 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ നമ്മളിത് കറങ്ങിയടിച്ച് ഗാർഡൻ റൂട്ട് വഴി കറങ്ങിയടിച്ച് പോകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 350 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമ്മളിപ്പം തിരിക്കാൻ പോവുകയാണ്. ഏകദേശം 11 മണിയായി ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത്. ഇനി പയ്യെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ആ സ്ഥലം എത്തുന്നവരെയുള്ള കാഴ്ചയായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മേ ബി ഇൻക്ലൂഡ്. അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആണെങ്കിൽ നമ്മൾ വീഡിയോ അതിന് മുമ്പ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് പോകുന്ന കുറച്ച് കാഴ്ചകളുണ്ട് പോകുന്ന വഴിക്ക് ഗാർഡൻ റൂട്ടിലുള്ളത്. എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കഴിഞ്ഞ വീഡിയോ കണ്ടതല്ലേ, ഞങ്ങളുടെ കയാക്കിംഗ് ഒക്കെ കണ്ടതല്ലേ, അത് ആക്ടിവിറ്റീസ്. അതേപോലെ നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പയ്യെ ഹൗൺഷൂറും പിടിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ പോരെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാ പരിപാടി ചെയ്തോ. ആഫ്രിക്കൻ മല്ലു ക്യാമ്പർ. വാമിക്കുട്ടി ഇതേ, വാമി ഹായ് ഹായ്. ആമിക്കുട്ടി ബാർബിയുടെ ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ആദ്യം കല്ലൊക്കെ ഇവിടെ നിന്ന് കുറേ പറക്കി എടുക്കുന്നുണ്ടായിരുന്നു പാക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ ബീച്ചിലൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എൻജോയ് ഒക്കെ ചെയ്ത് ബീച്ചിൽ വാമീനെ കൊണ്ടുപോയി കളിപ്പിച്ച് സൺസെറ്റൊക്കെ കാണിച്ചു കൊടുത്തു. അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ? നന്നായിരുന്നാ? മീനു എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. വെറും അടിപൊളിയാണോ അതോ സൂപ്പർ? അമ്മേ അടിപൊളി. വാമി എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേ? സൂപ്പർ. ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പയ്യെ. തിരിച്ചു പോകുന്ന വഴിക്ക് ഇന്നലെ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നില്ലേ, വന്ന വഴി മൊത്തം ഫാമുകളാന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പം നോക്കിക്കേ, നേരെ കാണാം കുറേ പശു ഫാമാണ്. നല്ല പച്ചപ്പിലിട്ടിട്ടുണ്ട്. അതുകൾക്ക് മേഞ്ഞ് നടക്കാനുള്ള പുല്ലാണ്, അത് നനയ്ക്കാനുള്ള മെഷീൻസ് എല്ലാം ഉണ്ട്. 2 സൈഡിലും ഈ പശു ഫാമാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രാവൽ റോഡിൽ കൂടെയാണ് ഒരു 10-12 കിലോമീറ്റർ നമ്മൾ അങ്ങോട്ടേക്ക് പോയി. അതേപോലെ തന്നെ തിരിച്ചും പോകുന്നത്. നോക്കിക്കേ എന്ത് ഭംഗിയല്ലേ. നമ്മൾ പോകുന്ന ബിഗ് ട്രീ എത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഗ്യാരേജിൽ ഞങ്ങൾ വണ്ടി നിർത്തിയതാണ്. ഇത് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്ന ഗാർഡൻ റൂട്ടിൽ തന്നെ ഉള്ളത് ഇതാണ് റോഡ് N2. അപ്പം ഗാർഡൻ റൂട്ടിൽ തന്നെയുള്ള ഒരു പെട്രോൾ പമ്പ് കേട്ടോ. അപ്പം ആ പെട്രോൾ പമ്പിൽ നിർത്തി. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെട്രോൾ അടിക്കാനൊന്നും നിർത്തിയതല്ല, ഇവിടെ ഒരു സീനിക് വാക്ക് ഉണ്ട് കേട്ടോ. അത് ആ ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ അത് കാണിക്കാൻ വേണ്ടി, നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ ബിഗ് ട്രീയിലേക്ക് പോകാം. ഇതാട്ടോ ഈ വാക്കിംഗ് ഇതിട്ടാക്കുന്നത്. അത് ഇതേ ഈ പെട്രോൾ പമ്പ്, ഇതാണ് ഗാർഡൻ റൂട്ട് N2 വരുന്നത്. അപ്പം ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബബൂൺസ് ഉള്ള നല്ല ഏരിയ ആണ്. അപ്പം ഇതാ പാലത്തിൻ്റെ താഴേക്കൂടെ ഒരു സ്കൈ വാക്ക് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഇപ്പുറത്ത് കൊക്ക എന്ന് പറഞ്ഞാൽ വൻ കൊക്കയാണ് ഇപ്പുറത്ത് കേട്ടോ. അത് നല്ലൊരു അടിപൊളി ആംബിയൻസ് തരുന്ന ഒരു സെറ്റപ്പ്. ഇത് നോക്കിക്കേ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തന്നെ അവർ ഒരു സ്കൈ വാക്ക് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതേ കണ്ട നമ്മുടെ ഇവരുടെ ഒരു കാഴ്ചപ്പാട് കണ്ട. ഇത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്താക്കുന്നതല്ല, ഇത് ജസ്റ്റ് ചുമ്മാ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവരിങ്ങനെ ഇത്രയും സെറ്റപ്പിൽ ഇവരെ കെട്ടിയിട്ടാക്കുവാണ്. അതാണ് ഈ ഗാർഡൻ റൂട്ടിൻ്റെ പ്രത്യേകത. എവിടെ എന്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഇത് കണ്ട, ഈ പാലത്തെ ഇങ്ങനെ കറങ്ങി ഇപ്പുറത്ത് കൂടെ ഇങ്ങനെ കാണിക്കാവുന്ന ഒരു സെറ്റപ്പ്. ഇതിൽ വേറെ സംഭവങ്ങളല്ല, ഈ ഒരു കാഴ്ചയാണ് ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ നമുക്ക് ആ ഒരു ഫീല് കിട്ടും. അത് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അതിനു വേണ്ടി അവരിങ്ങനെ കെട്ടിയിട്ടാക്കുന്നത്. അടിപൊളി. അത് ഇവർ കാണിച്ചാക്കുന്നുണ്ട്. ഇത്രയും ആൾക്കാർ വന്നു പോകുന്നത് എന്ത് ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇട്ടാക്കുന്നത് നോക്കിയാൽ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമോ അങ്ങനെ ഒരു സംഭവം ഇതിലില്ല. ഇത് നോക്കിയാൽ പാലത്തിൻ്റെ അടി കണ്ടോ, എന്ത് രസമെന്ന് നോക്കി.
നമ്മുടെ ബഞ്ചി ജമ്പിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ടല്ലോ, അതും ഇങ്ങനത്തെ തന്നെ ഒരു സംഭവമാണ്. അത് ഇങ്ങനെയല്ല, ലെങ്ത്ത് ഭയങ്കരമായിട്ട് ലെങ്ത്ത് ഉണ്ട്. ഇത് ചെറിയൊരു പാലം കേട്ടോ, ഇതൊരു ചെറിയൊരു പാലം. ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ കറങ്ങി ഇപ്പുറത്തേക്ക് എത്തി. ഇപ്പുറത്തേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടെ പോകുന്നത് റിസ്ക്കാണ് നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്താക്കുന്ന പെട്രോൾ പമ്പ്. ഇതിൽ കൂടെ ഹൈവേ ആയതുകൊണ്ട് പോകുന്നത് ഭയങ്കര റിസ്ക് ആട്ടോ. അപ്പം നമ്മൾ ഇതിൽ കൂടെ തന്നെ പോകുന്നത്, കാരണം വണ്ടികൾ ഭയങ്കര ഫാസ്റ്റിലല്ല വരുന്നത്. അപ്പോൾ ഈ വഴിക്ക് തന്നെ പോവാം, ഒരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ N1 റൈറ്റ് അടിച്ച് നേരെ വിക്ടറി ഗാർഡൻ റൂട്ട് നാഷണൽ പാർക്ക് സിസിക്കാമ വിക്ടറി. അപ്പം ഈ ഗാർഡൻ റൂട്ടിൽ തന്നെയാണ് നിലകൊള്ളുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അതേ കുറച്ച് വണ്ടികളൊക്കെ പാർക്കിംഗ് ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. 10 മിനിറ്റ് ഇവിടെ നിന്ന് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്ക് കയറാട്ടോ. നമ്മളപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതും നമ്മുടെ സിസിക്കാമൻ നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നാഷണൽ പാർക്കിൻ്റെ അണ്ടറിലാണ്. അപ്പം ഇവർ ഈ ഗവൺമെൻറ് ചാർജ് ചെയ്യുന്നുണ്ട് നമുക്ക് വിസിറ്റേഴ്സിന്. അപ്പം ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സിന് പ്രത്യേകമായ ഫീസും ഇവിടെ സൗത്ത് ആഫ്രിക്കൻ റെസിഡൻസിന്, അതായത് വിസ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺസിന് എല്ലാം ഒരേ ഫീസാണ്, കുറവാണ്. ഇൻ്റർനാഷണൽ സിറ്റിസൺസിന് ഇവിടെ കൂടുതലാണ്. അതായത് നമുക്ക് മേടിക്കുന്നതിൻ്റെ ട്രിപ്പിളാണ് അവർ മേടിക്കുന്നത്. ഇവിടെ നോർമലി നമ്മൾ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസന് 27 റാൻഡാണ് ചാർജ് ചെയ്തത്. 2 to 11 ഇയേഴ്സ് ഓൾഡിന് ചാർജ് ചെയ്തത് 13 റാൻഡും. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ സിറ്റിസൺ ആണെങ്കിൽ 96 റാൻഡാട്ടോ പെർ പേഴ്സൺ. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും വിസ ഉണ്ടായതുകൊണ്ടും അവർ 3 മാസമായി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ നിന്ന് നോർമലി ചാർജ് ചെയ്തുള്ളൂ. അത് പിന്നെ ശേഷം അവർ ഞങ്ങൾക്കൊരു ബിഗ് ട്രീയുടെ ഇൻഫർമേഷൻ ലീഫ്ലെറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കാണാൻ പോകുന്ന ബിഗ് ട്രീയുടെ കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോൾ പറയാം. അതേപോലെ തന്നെ നമ്മളിപ്പം നടന്നാണ് പോകുന്നത്. അവർ ഇതിൻ്റെ ഉള്ളിൽ ട്രക്കിംഗ് ഉണ്ട്. 2.7 കിലോമീറ്റർ വരെ നമുക്ക് നടന്ന് ട്രക്കിംഗ് ഉണ്ട്. അത് കുറേ വൃക്ഷങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ വലിയ മരങ്ങൾ. ഇതിപ്പോൾ നമ്മളെ നാട്ടിലെ സെറ്റപ്പായി, കാരണം വലിയ മരങ്ങളും അങ്ങനത്തെ ഫോറസ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് പോകേണ്ടത് ഗ്രീൻ റൂട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗ്രീൻ റൂട്ട് എവിടെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്രീൻ റൂട്ട് പോകാം. ഇവിടെ 2 വഴി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ട്രക്കിംഗ് ആണ്. അപ്പോൾ ഗ്രീൻ റൂട്ടിൽ നമുക്ക് 500 മീറ്ററോളം ഈ റിസപ്ഷനിൽ നിന്ന് ഏകദേശം നടക്കാനുണ്ട്. ആകെ 500 മീറ്റർ നടന്നാൽ മതി. അപ്പോൾ 500 മീറ്ററോളം നടന്നിട്ട് നമുക്ക് ഗ്രീൻ റൂട്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് റൂട്ട് ബൂം ബിഗ് ട്രീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 500 മീറ്റർ ഈ വേ ആണ് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വഴി തെറ്റിയിട്ടില്ല. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം. നമുക്ക് വേണ്ടി ഇവിടെ ഒരു പാത്ത് വേ കെട്ടിയിട്ടിട്ടുണ്ട് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ. അതായത് കാടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലല്ലാതെ തന്നെ ഇവരൊരു പാത്ത് വേ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫുൾ ടീം നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സൈലൻസ് ഉണ്ടോ അല്ലേ? ചീവീടിൻ്റെ, അതെ, കാട്ടിൽ കൂടെ പോകുമ്പോഴുള്ള ആ ശബ്ദമില്ലേ, ആ ചീവീടിൻ്റെ അത്. പിന്നെ ഇവിടുത്തെ നിൽക്കുന്ന ഈ ഇതെല്ലാം കണ്ടോ, മരങ്ങളും ചെടികളും എല്ലാം നല്ല അടിപൊളി. ഇതേ ഫാൻസൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഈ കൂര കാട്ടിലൂടെയായിട്ട് നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 300 മീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയൊരു 150-200 മീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്കും നാച്ചുറൽ സംഭവങ്ങൾ അതേപോലെ തന്നെ സംരക്ഷിച്ചിരിക്കുന്നില്ലേ, അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇട്ടാകുന്ന ഈ പാത്ത് വേ ഉണ്ടല്ലോ, അതുപോലും സിമെൻറ്റ് കൊണ്ട് കെട്ടിയോ അങ്ങനെയൊന്നല്ല, മരത്തിൻ്റെ തന്നെ പാത്ത് വേ ഒക്കെ ഇട്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നാച്ചുറൽ ഭംഗി ശരിക്കും അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളൊരു സംഭവം, അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണത്. നമ്മുടെ നാട്ടിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, എന്തോരം അലമ്പായിട്ടാണ് കിടക്കാറ് അല്ലേ. ഇപ്പം ഏകദേശം എത്തി ബിഗ് ട്രീ. ഇനി വെറും ഒരു 35 മീറ്ററും കൂടിയേ ഉള്ളൂ. ഇവിടേക്ക് കിടന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഹിസ്റ്ററി ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ദ ഗാർഡൻ റൂട്ട്.
അപ്പം ഇവിടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സിസികാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയിപ്പിക്കുന്ന പ്രകൃതി ഭംഗി, അതാണ് ഈ സിസികാമ. അതേപോലെ തന്നെ പുരാതനമായ ഈ പടർന്നു കിടക്കുന്ന വനപ്രദേശം, നമ്മുടെ കേപ്പ് ടൗൺ ഭാഗത്തുള്ള പ്രദേശം പോലെയല്ല, ലാൻഡ്സ്കേപ്പ് അല്ല ഇത്. ഇത് നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇതിലൂടെ ഒരു ട്രെയിലുണ്ട്, അതിലൂടെ ഒരു ട്രെയിലുണ്ട്. ഇങ്ങോട്ടാണ് നമുക്ക് ബിഗ് ട്രീയിലേക്ക് പോകുന്നത്. വെറും 35 മീറ്റർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ട്രീ ആണ് അവിടെ കാണാം നമുക്ക്, അല്ലേ? ഇത് ഒരു എങ്ങനെയുണ്ട്, ഒരു നാട്ടിലെ ഒരു സെറ്റപ്പ് അല്ലേ? എങ്ങനെ ഫീൽ ചെയ്തേ അല്ലേ? നല്ലതാ. ഇതിനുള്ളിലൊരു തണുപ്പും ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ, അല്ലേടി? നാട്ടിലൊരു ഫീലിംഗ് അല്ലേ കാട്ടിലൊക്കെ എത്തിയേക്കുന്നത്. ഇവിടെ നിന്ന് 35 മീറ്റർ ഉള്ളൂ. ഗാർഡൻ റൂട്ടിലുള്ള അനിമൽസിൻ്റെ ഇൻഫോർമേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഡേഞ്ചറായിട്ടുള്ള അനിമൽസ് അധികം ഇല്ലാത്തൊരു ഏരിയയാണ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഇവരുടെ എക്കോസിസ്റ്റം സർവീസ് ഫ്രം ദ ഫോറസ്റ്റ് ഇൻ ദ ഗാർഡൻ റൂട്ട്, അങ്ങനത്തെ സംഭവം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കൂടുതൽ പൈൻ മരങ്ങളുടെ ഒരു ഫാമിങ് തന്നെ നമ്മൾ കണ്ടില്ലായിരുന്നു. അവരത് എടുക്കുന്നു, അതിനനുസരിച്ച് അപ്പുറത്ത് വെക്കുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ. അപ്പോൾ നമ്മളത് നമ്മുടെ ബിഗ് ട്രീ എത്തിയിട്ടോ. ബിഗ് ട്രീ എന്ന് പറഞ്ഞ സാധനം ഇതാണ്. അപ്പം ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ബിഗ് ട്രീ. ഏകദേശം 1000+ വർഷമാണ് ഈ മരത്തിന് പഴക്കോട്ടോ. ഏകദേശം അല്ല, അപ്പം ഏകദേശം 1000+ ആണ് ഇട്ടേക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് 1000+ ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ 36.6 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ ക്രൗൺ സ്പ്രെഡില്ലേ, അത് 33 മീറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സർക്കംഫിയറൻസ്, അതായത് ഇതിൻ്റെ വട്ടം, ആ സർക്കംഫിയറൻസ് വരുന്നത് 8.5 മീറ്ററാണ് ഇതിൻ്റെ സർക്കംഫിയറൻസ് വരുന്നത്. അപ്പം അത്രയും പ്രത്യേകതകളുള്ള ഈ ഒരു മരമാണ്, ഇതിനെ പറയുന്നതാണ് നമ്മുടെ ബിഗ് ട്രീ കേട്ടോ. ഇത് കണ്ടോ, ഈ ജുമ്മയില്ലേ മൊത്തത്തിൽ പൂപ്പലെല്ലാം പിടിച്ച് ഇങ്ങനെയായിട്ട് ഇത് ചെയ്തിരിക്കുക, നിറച്ച് പൂപ്പായാലും നിങ്ങൾക്ക് കാണാം. ആ ഒരു പഴക്കൂലേ, അതാണ് എൻ്റെ പൊറ്റി. അടുത്ത് നോക്കുമ്പോണ്ടല്ലോ അന്യായമാണ്, അന്യായം എന്നൊക്കെ പറയത്തില്ലേ. ഈ ഇലകളെല്ലാം ഉണ്ട്, ചെറിയ ഇലകളാണ്. ഇത് എന്താണോ ട്രീ, എന്താണ് ഈ ട്രീ? അപ്പോൾ ഈ മരത്തിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു മരം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതും ആ മരത്തിൻ്റെ അത്രയും വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഏകദേശം ഹൈറ്റ് കൊണ്ട് ആ ഒരു ഇതുണ്ട്, ഇതിൻ്റെ വീതി കൊണ്ട് അത്രയ്ക്കില്ല. എന്നാലും ഈ മരവും ഇട്ടിട്ടുണ്ട്. ഇത് ബിഗ് ട്രീ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പഴക്കമൊന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സാധാരണ അതിൻ്റെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ബിഗ് ട്രീ എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കും കേട്ടോ. മാമിക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് പോകുവാണ്. ആഫ്രിക്കയുടെ പ്രത്യേകത, എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ വെച്ചേക്കുന്ന പോലെ തന്നെ ഇവിടെയും ഇവരുടെ ഈ റിസപ്ഷൻ്റെ അവിടെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളും പിന്നെ ഒരു ചെറിയൊരു ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ കയറുന്നില്ല, എല്ലാ പ്രാവശ്യവും എപ്പോഴും കയറാറുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ കയറി വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ബിഗ് ട്രീ എല്ലാം കണ്ട് ഞങ്ങളത് വീണ്ടും നമ്മുടെ മെയിൻ ഹൈലൈറ്റായ, അതായത് സിസികാമയിലെ വൺ ഓഫ് ദ ഹൈലൈറ്റായ സ്ഥലം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ, അതാണ് നമ്മുടെ ബഞ്ചി ജമ്പ്. അപ്പോൾ ബഞ്ചി ജമ്പ് നമ്മൾ കാണാനായിട്ട് പോകാൻ പോവുകയാണ്. അത് അച്ഛനമ്മേനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനൊന്ന് ചാടി ട്രൈ ചെയ്തതാണ്. ഇനി ഞാൻ ചാടുന്നില്ല. എന്തായാലും അച്ഛനോട് ചോദിച്ചു, അച്ഛന് താല്പര്യം ഉണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് ചാടിപ്പിക്കണം. മീനു ഈ പ്രാവശ്യം ചാടുന്നില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത പ്രാവശ്യം അല്ലേ, ആലോചിക്കാന്ന്. നിങ്ങളെല്ലാം കേട്ടില്ലേ, മീനുവിനെ കൊണ്ട് എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് ചാടിപ്പിക്കണം. അപ്പം നമുക്കെന്തായാലും ഞാനൊരു പ്രാവശ്യം ചാടിയതുകൊണ്ട് ഞാൻ നിർത്തിയിട്ടാണ്. അങ്ങനെയല്ല കേട്ടോ, ഒരു പ്രാവശ്യം ചാടിയതാണ്. എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും നമുക്ക് ഇനി സമയം കളയാതെ അങ്ങോട്ടേക്ക് നീ. ഹലോ, ഗുഡ് ഗുഡ് ഗുഡ്. ഹൗ ആർ യു? Let's take the big 5 home. Big 5? Yeah, let's take it home. Yes, looking for a new home.
നമ്മളിപ്പോൾ ബഞ്ചി ജമ്പിൻ്റെ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ നല്ല വിൻഡിയാണ് ഇവിടെ. അപ്പം ഇവിടെ സ്റ്റേ ഒക്കെ തരുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ സ്റ്റേ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ എവിടെയും കാണുന്ന പോലെ ഏത് സൗത്ത് ആഫ്രിക്കയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും കാണുന്ന പോലെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ഇവിടെയും നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ടൂറിസ്റ്റ് ഏരിയ ആണ്. അപ്പം ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സ്കില്ലായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളാട്ടോ. പല സാധനങ്ങൾ ഉപയോഗിച്ച് ഇവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് നോക്കിക്കാൻ നിങ്ങൾ ഈ കല്ലിൻ്റെ തന്നെ ഭംഗി കണ്ടില്ലേ, അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയിലാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത്രയ്ക്ക് ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് സ്കില്ലായിട്ടാണ് ഇവർ ചെയ്താക്കുന്നത് കേട്ടോ. കണ്ടോ, ഫേസ് അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ടീമാണ് ഇവിടെ ബഞ്ചി ജമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1990 തൊട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. എന്നിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷം ബ്രിഡ്ജിൻ്റെ നടുക്കേക്ക് കൊണ്ടുപോകുന്നത് സ്കൈ വാക്ക് ടൂറുണ്ട് ഇവിടെ. സ്കൈ വാക്ക് ടൂർ എന്ന് ഉദ്ദേശിക്കുന്നത് പാലത്തോട് ചേർന്ന് തന്നെ ഒരു വുഡൻ ബ്രിഡ്ജ് വിട്ടിട്ടുണ്ട്. അതോട് ചേർന്ന് തന്നെ ഇതിൽ സ്കൈ വാക്ക് ചെയ്യാം. അതല്ലാതെ നമ്മുടെ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോകുന്നത് സിപ്പ് ലൈൻ വഴിയാണ് ബഞ്ചി ജമ്പ് ചാടുന്നവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്, ഒരു ധൈര്യത്തിന് വേണ്ടി കാണിക്കാൻ വേണ്ടി. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ ഒരു കഫേ അല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളാരും ചാടുന്നില്ല. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ ചാടുന്നില്ല. അവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. പിന്നെ ഇവിടെയൊക്കെ ഇത് ഇരുന്ന് ആൾക്കാർക്ക് കാണാനും പറ്റും. അപ്പോൾ കാണാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് മിനി ബാറെല്ലാണ്ട് മീനു ഇവിടെ ഇരുന്നു. ഞാൻ അച്ഛനും അമ്മേനെയും ബഞ്ചി ജമ്പ് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛൻ ചാടുന്നുണ്ടോയെന്ന്. അപ്പം ഇതാണ്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? അതിശയമല്ലേ? അപ്പം അതെ, ഇതാണ് നമ്മുടെ ബഞ്ചി ജമ്പ് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജ് കേട്ടോ. ഇതിനെ പറയുന്നത് ബ്ലോക്ക് റൺസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് റൺസ് ബ്രിഡ്ജ് ഇരിക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ കേപ്പ് പ്രൊവിൻസിലെ നാച്ചുറൽ വാലിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഏകദേശം 470 മീറ്ററോളം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ 216 മീറ്ററോളം ഈ ബ്ലോക്ക് റൺസ് റിവർ ഇതിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പുറത്ത് സീ സൈഡാണ്. അപ്പം ഈ റിവർ ഒഴുകുന്നില്ലേ, അവിടെ നിന്ന് ഹൈറ്റ് വരുന്നത് 216 മീറ്ററോളം ഹൈറ്റിലാണ് ഈ പാലം നിലകൊള്ളുന്നത്. ഇത് ശരിക്കും ഇത് ഡിസൈൻ ചെയ്താക്കുന്നത് ലീബൻബർഗും സ്റ്റാഡർ എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് എൻജിനീയേഴ്സാണ് ഇത് ഡിസൈൻ ചെയ്ത് ഇത് പണി കഴിച്ചത്. കോൺഗർ എന്ന് പറഞ്ഞ ആൾ 1980 തൊട്ട് 1983 വരെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പണി നടക്കുന്നത്. അതേപോലെ തന്നെ 1997 ഈ ബ്രിഡ്ജിൽ ഈ ഫേസ് അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ടീം നമ്മുടെ ഈ ബഞ്ചി ജമ്പ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അതേ നിങ്ങൾക്കിപ്പോൾ കാണാം, ഒരാളെ കെട്ടി വലിച്ച് പൊക്കത്തേക്ക് കയറ്റുന്നുണ്ട്. അതായത് ഒരാൾ ചാടി എന്നിട്ട് ആളെ എടുത്തുകൊണ്ട് വരുന്നത്. ഞാനിതൊരു 4-5 വർഷം മുമ്പ് ഞാനിത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു എന്താ പറയുക, അഡ്രിനാലിൻ വരുന്ന പറഞ്ഞാൽ അഡ്രിനാലിൻ വന്നിരിക്കും. ഇതാ അവിടെ ഒരു കേബിൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്നില്ല, സൂം ചെയ്തിട്ട് അവിടെ ഒരു കേബിൾ പോകുന്നുണ്ട്. ആ കേബിളിൽ കൂടെയാണ് നമ്മളെ സിപ്പ് ലൈൻ വഴി അതിൻ്റെ നടുക്കിലേക്ക് കൊണ്ടുപോകുന്നത്. കഴിയുമ്പം സ്കൈ വാക്ക് വഴി അപ്പുറത്തെ സൈഡിലാണ് പാലത്തിൻ്റെ മുകളിൽ ചേർന്നിട്ട് സ്കൈ വാക്ക് ഇട്ടാക്കിയിട്ടുണ്ട് ആ വഴി വരുന്നത്. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഭയങ്കര സേഫ് സംഭവമാണ്. ഇവർ ഈ ഫേസ് അഡ്രിനാലിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര സേഫ്റ്റിയുടെ കാര്യത്തിൽ പക്കയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇവിടെ ചാടി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കി എന്ത് വ്യൂ അല്ലേ, ഇത് നോക്കി കാട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ചാടി കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലേക്കാണ് വലിച്ചത്. ഒരാൾ ചാടി, ഇത് കണ്ടു, വാവ്, ഇപ്പോൾ കാണുന്നില്ല കേട്ടോ, ആളകത്തേക്ക് പോയി. ഇത് എന്നാലേ നിങ്ങൾ കണ്ടോ, ആ ഒരു എടുത്തിടുന്നില്ലേ, അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് കാണുന്ന പോലെ തന്നെ നമ്മുടെ ആരെങ്കിലും ആണ് ചാടാൻ പോകുന്നതെങ്കിൽ നമുക്കിത് ഇവിടെ ടി വിയിൽ ലൈവായിട്ടിരുന്ന് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ടി വിയിൽ ലൈവായിട്ട് ഇടുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്ന് കാണാം. അതാണ് അതിശയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അതായത് വേൾഡിലെ തന്നെ ഒന്നാമത് നിന്നിരുന്നതായിരുന്നു കൊമേഴ്ഷ്യൽ ബഞ്ചി ജമ്പിങ്ങിൽ. ബ്രിഡ്ജിൽ നിന്നുള്ളതിൽ ഏറ്റവും ഫസ്റ്റ് നിന്നതാണ് ഈ സൗത്ത് ആഫ്രിക്കയിലെ ഈ ബ്ലോക്ക് റൺസ് ബഞ്ചി ജമ്പ് കേട്ടോ, ഫേസ് അഡ്രിനാലിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം അത് 5ാമത്തെ സ്ഥാനത്തേക്കായി. ഇത് ഗിന്നസ് റെക്കോർഡിലെല്ലാം കയറിയിട്ടുള്ള ഒരു ബഞ്ചി ജമ്പ് കേട്ടോ, ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ളതാണ്. നമ്മളിവിടെ ചാടിയിട്ട് വന്നു കഴിയുമ്പം നമുക്ക് ധൈര്യത്തിനുള്ളൊരു അവാർഡില്ലേ, ആ അവാർഡൊക്കെ തരും. ഇവർ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ. 1600 രൂപയാണ് ഇവരുടെ ചാർജ് പെർ പേഴ്സണ് ചാടണമെങ്കിൽ. 1600 കേട്ടോ.
ഞാൻ പുറത്തിറങ്ങിയിട്ട് ഉള്ള കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ബിഗ് സ്വിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിഗ് സ്വിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാല, അതായത് നല്ല ആക്കത്തിൽ വരാൻ വേണ്ടി ആയിരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ 100 years സെലിബ്രേഷൻ, ദിസ് ഈസ് ലിവിങ് കൊറോണയുടെ എന്തോ 100 years സെലിബ്രേഷൻ്റെയാണ്. അപ്പം ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല അടിപൊളി. ഇതൊക്കെയാണ് മോനെ വേൾഡ് ലോക അത്ഭുതം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം. അതുമാത്രമല്ല, അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കടലും കാണാം, ഒറ്റ സ്ട്രെച്ചിലെല്ലാം കാണാം. കാട്, പുഴ, പാലം, അതേപോലെ തന്നെ കടൽ, എന്തായാലും മല. ഓക്കെ, ഞാൻ പണ്ട് ചാടിയിട്ടുള്ളതുകൊണ്ട് പറയുക കേട്ടോ. അഡ്രനാലിൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ ശരിക്കും അഡ്രനാലിൻ വരും. അതാണ് ഇവന്മാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരിക്കും അതേപോലെ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് വന്ന് നിന്ന് കാണാൻ വേണ്ടി എല്ലാ സംഭവങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇത് നോക്കിക്കേ, സ്കൈ വാക്കിംഗ് ടൂർസ് ഇവിടെയാണ്, സിപ്പ് ലൈൻ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ബഞ്ചി ജമ്പിൻ്റെ സംഭവം ഇവിടെയുണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ നിങ്ങൾ, ഇതെന്തായാലും കണ്ണിന് നമുക്ക് അത് അതിശയം എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ശരിക്കും അതിശയം തന്നെ. ഡ്രോണൊന്നും പറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിൻഡിയാണ്, പിന്നെ ഡ്രോൺ അവരെ അലോ ചെയ്യത്തില്ല. നമ്മളപ്പോൾ ഫുഡ് പറഞ്ഞു, വാമിക്കുള്ള സ്ട്രിപ്സ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കുള്ള പിസ്സ പറഞ്ഞിട്ടുണ്ട്, അച്ഛനുള്ള ഒരു റാപ്പും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കത് അച്ഛൻ്റെ ഈ സേനയും പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണം. ഇവിടെ നിന്ന് 250 കിലോമീറ്റർ. അപ്പോൾ അങ്ങനെ കഴിച്ച വിശേഷങ്ങൾ, ഇന്നത്തെ കിടിലൻ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വിക്ടറിയുടെയും പിന്നെ നമ്മുടെ ബഞ്ചി ജമ്പിൻ്റെയും ഒരു ചെറിയൊരു എപ്പിസോഡായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പരിഗണിക്കണം. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് തരേണ്ടതാണ്. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് 290 കിലോമീറ്റർ കൂടിയുണ്ട്. 294 കിലോമീറ്ററും കൂടി ഡ്രൈവ് ചെയ്ത് ഓൺഷൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ നമുക്ക് വേണ്ടി എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇനിയൊരു 3 hours നമുക്ക് ഡ്രൈവ് വരുന്നുണ്ട്. നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് വന്ന വഴി തന്നെ പകുതി പോയിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന കാരണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പുറത്തെ വഴി കൂടെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് 100 കിലോമീറ്റർ കൂടി കൂടുതൽ കറങ്ങണം. അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു, ഇവിടെ വരെ എന്തായാലും എത്തി, ബഞ്ചി ജമ്പിൻ്റെ അവിടെ വരെ. അപ്പം ഈ വഴിക്ക് തന്നെ പോയിട്ട് നൈസ്ന ജോർജ്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഓൺഷൂറിന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റൂട്ട്. അപ്പം ഇനി ഞാനത് കാണിക്കുന്നില്ല വീഡിയോ. അപ്പം നമ്മൾ ജോർജ് കഴിഞ്ഞിട്ട് നല്ല വഴികൾ വരുവാണെങ്കിൽ, ഞാൻ നല്ല വഴികൾ തന്നെയാണ്, എല്ലാം നല്ല വഴിയാണ്. അപ്പോൾ അത് അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേയും അടുത്ത എപ്പിസോഡായിട്ട് കാണിക്കാം കേട്ടോ. അപ്പം അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾ പരിഗണിക്കണം അല്ലേ? പോവല്ലേ? മാമി വണ്ടി ഓടിക്കുന്നേ? പോവല്ലേ? ഓക്കെ, ബൈ ബൈ. പോവല്ലേ? അപ്പോൾ ഓക്കെ, ഈ എപ്പിസോഡ് നിർത്തോട്ടോടി മീനു. ബൈ ബൈ.